ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് കേരള സർക്കാരിൻ്റെ ഒരു ഔദാര്യത്തിലുമല്ല. അങ്ങനെ ചില ആളുകൾ UDF-കാരും ചില മാധ്യമങ്ങളും ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ഔദാര്യത്തിലുമല്ല മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത്. അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത്. ഇവിടെ ഏത് ബി.ജെ.പി. പ്രസിഡന്റ് വന്നാലും പരിഹസിച്ചും കളിയാക്കുകയും അവരെ വായടപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് കാലമായിട്ട് കേരളത്തിൽ നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SPGയുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രി വരുന്നതിന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലുമുള്ള എല്ലാ അതിഥികളും എത്തേണ്ടതാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്രമാത്രമേ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ചെയ്തിട്ടുള്ളൂ. രാജീവ് ചന്ദ്രശേഖർജി വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ജോൺ ബ്രിട്ടാസ് വന്ന് 3/4 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. നിങ്ങളാരും അവരെ ട്രോൾ ചെയ്തിട്ടില്ലല്ലോ. അവിടെ വിൻസെൻ്റ് MLA വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. റഹീമും മേയറും 40 മിനിറ്റ് സ്റ്റേജിലിരുന്നു. അവർക്കൊന്നും നിങ്ങൾ പരാതിയില്ല. ആ പരിപാടി ഇവിടെ നടക്കില്ല. ബി.ജെ.പിക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും വായടപ്പിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് കാലമായിട്ട് ഇവിടെ നടക്കുന്നത്. അത്തരം നീക്കങ്ങളെ ഞങ്ങൾ ഫലപ്രദമായി നേരിടും. അത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഏത് മാധ്യമങ്ങൾ ചെയ്താലും അതിനെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ ബി.ജെ.പിക്കുണ്ട്. അത്തരം തറവേലകൾ കാണിക്കരുത് എന്നാണ് മിതമായ ഭാഷയിൽ പറയാനുള്ളത്. മുദ്രാവാക്യം ആരും വിളിച്ചിട്ടില്ല സാർ. ഭാരത് മാതാ കി ജയ് പ്രധാനമന്ത്രി വിളിക്കുന്നതാണ്. പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ നാട്ടിൽ ഭാരത് മാതാ കി ജയ് വിളിക്കും. നിങ്ങൾ എന്ത് അസംബന്ധമാണ് പറയുന്നത്? CPM-ൻ്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇല്ലേ? വാസവം വായിച്ചല്ലോ. നിങ്ങളെവിടെയായിരുന്നു? LDF വന്നാൽ എല്ലാം ശരിയാവും. അത് അവരുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം അവിടെ മുഴക്കാൻ പൊതുവേദിയിൽ പൊതുപ്രസംഗത്തിൽ മുഴക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് പരാതിയില്ലല്ലോ. സർക്കാർ ചടങ്ങിൽ ആരെങ്കിലും തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പറയുമോ? അപ്പോൾ ഇതൊക്കെ ഒരു വശത്ത് മാത്രമാണ്. ഇവിടെ K. സുധാകരൻ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറയുന്നു. നിങ്ങൾ MV ഗോവിന്ദൻ പറയുന്ന വിഡ്ഢിത്തത്തിന് കൈയും കണക്കുമില്ല. നിങ്ങൾ ആരെങ്കിലും അവരെ ട്രോളാറുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ബി.ജെ.പിയെ മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത്? എല്ലാവർക്കും അറിയാം കേരളത്തിൽ ബി.ജെ.പി. ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു. അപ്പോൾ അധ്യക്ഷനെ കുറച്ച് കളിയാക്കിയാൽ പ്രവർത്തകരുടെ ആത്മവീര്യം തകരും. ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നടപ്പില്ല മക്കളെ. ഞങ്ങളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് എല്ലാ വിവാദങ്ങൾക്കും മറുപടി പറയാനല്ല ഞാനിപ്പോൾ വന്നത്. മന്ത്രിക്ക് എന്താണെന്ന് അതിൽ പറയാനുള്ളത്? മന്ത്രിക്ക് എന്താണ് അവിടെ റോളുള്ളത്? പൊതുമരാമത്ത് ടൂറിസം മന്ത്രി എങ്ങനെയാണ് വേദിയിലിരിക്കുക? ഇതിനകത്ത് നമ്മൾ കാണാതെ സംസാരിക്കരുത്. കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ച അതിഥികൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെൻറ് പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർക്കും ആളെ നിശ്ചയിക്കാം. അവർ നിശ്ചയിച്ചത് തുറമുഖ വകുപ്പിൻ്റെയും ഫിഷറീസ് വകുപ്പിൻ്റെയും മന്ത്രിയെയാണ്. അതാണ് മര്യാദ. ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ പൊതു പരിപാടികളിലും ഉള്ളതാണ്. പിന്നെ മരുമകനായതുകൊണ്ട് അയാളെ വേദിയിലിരുത്താൻ പറ്റുമോ? ഈ സർക്കാർ പരിപാടിയിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ആദ്യം അവിടെ നിൽക്ക്. മരുമകനും കൊച്ചുമകനും മക്കളും ഒക്കെ ചേർന്നിട്ട് മുഖ്യമന്ത്രി പല ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അവലോകന യോഗം കണ്ടു. അതിനകത്ത് മക്കളും കൊച്ചുമക്കളും ഇരിക്കും. നിങ്ങൾക്ക് ഒരു ട്രോളും ഇല്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ റിയാസിന് പങ്കെടുക്കാൻ പറ്റുമോ? എങ്ങനെ പങ്കെടുക്കുന്നത്? അയാൾ ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടും ബി.ജെ.പിയോടും അല്ല, രാജീവ് ചന്ദ്രശേഖരനോടും അല്ല, അമ്മായിയപ്പനോടാണ്. അയാളെ മന്ത്രി കസേരയിൽ ഇരുത്താൻ അയാൾ പറഞ്ഞ വാചകം എന്താണ്? ഞങ്ങൾ താഴെ ഇരിക്കുന്നു. ഏതെങ്കിലും ഒരു ആൾ പറയുമോ ഞങ്ങൾ സദസ്സിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അവിടെ ഇരിക്കണമെന്നല്ല ആഗ്രഹം? വേദിയിൽ നടപ്പുള്ള കാര്യമാണോ?
ഈ സർക്കാർ പരിപാടിയിലെ ബിജെപിയുടെ ഒരു നേതാവ് പങ്കെടുക്കുന്നു അങ്ങനെ അതിൽ ഒരു ദുരുപയോഗവും ഇല്ല. ഇതിനു മുമ്പ് ഇരുന്നിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പാർട്ടിക്കാരെയും എന്തിനാണ് വിളിക്കുന്നത്? അതിന് ഞാൻ പറയട്ടെ അതിന് ആദ്യം VD സതീശനെ പോലെ താമസമില്ലാത്തതുകൊണ്ടാണ്. നോക്കൂ, ഇത് കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. കേരളത്തിൻ്റെ വികസനത്തിനും രാജ്യത്തിൻ്റെ വികസനത്തിനും ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ്. മലയാളികളുടെ ആകെ അഭിമാനമാണ്. ആ ചടങ്ങ് ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മണ്ടന്മാരാണ് UDFൻ്റെ നേതാക്കന്മാർ. അവർക്ക് വന്ന് പറയാനുള്ള കാര്യങ്ങൾ, പ്രതിപക്ഷ നേതാവിന് വന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയണ്ടേ? ഉമ്മൻചാണ്ടിയുടെ ഈ കാര്യത്തിലുള്ള പങ്കിനെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇന്നലത്തെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള UDFൻ്റെ തീരുമാനം ആത്മഹത്യാപരമായ തീരുമാനമാണ്. ഞാൻ പറയുന്നതല്ല, ജനം പറയുന്നതാണ്. ആത്മഹത്യാപരമായ തീരുമാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലയിൽ ആൾ താമസമില്ലാത്ത പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. UDF കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു കാര്യത്തിലും ഒപ്പമില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത്?